ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആണ്. അതായത് നമ്മൾ പൂരത്തിനെടുത്ത വീഡിയോ ആണ്. പക്ഷേങ്കിൽ ഞാൻ എഡിറ്റ് ചെയ്യാനെല്ലാം കുറേ ലേറ്റ് ആയി പോയതുകൊണ്ടാണ് ഇപ്പോൾ ഇടുന്നത്. ഇപ്പോൾ ഏകദേശം വിഷുവും കഴിഞ്ഞ് ഈസ്റ്റർ എല്ലാം ആവാനായി. സാഹചര്യങ്ങളെ വല്ലാത്തൊരു സമ്മർദ്ദം കൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയി പോയിനെ. എല്ലാവരോടും ആദ്യം തന്നെ സോറി പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പൂരത്തിന് പോകാൻ വിചാരിച്ചിട്ടൊന്നുമില്ല. പിന്നെ പെട്ടെന്നൊരു ഹറിബറി ആയിട്ട് കുറച്ച് വേറെ ആവശ്യങ്ങളുള്ളതുകൊണ്ട് എന്തായാലും പോയേക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ്. അപ്പം ഞാനും എൻ്റെ അനിയനും അനിയത്തിയും അമ്മയും പിന്നെ അപ്പുറത്തെ വീട്ടിലെ ശരണീച്ച് പിന്നെ സദാക്ഷിയും കൂടിയാണ് പോയിട്ടുണ്ടായത്. പൂരത്തിന് പോയി എന്ന് പറയുന്നത് എവിടെയാണ് പോയെന്നൊന്നും ഞാൻ പറയുന്നില്ല അല്ലേ. നമ്മൾ പോയിട്ടുണ്ടായത് മാടായിപ്പാറക്കുള്ള വടുകുന്ന ശിവക്ഷേത്രത്തിൽ പൂരംകുളി ഉണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ പോയിട്ടുണ്ടായത്. നമ്മൾ പിന്നെ എപ്പം വെറൈറ്റി ആയതുകൊണ്ട് എല്ലാവരും പൂരംകുളിയും കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. ആ സമയം ആയിട്ടും കൂടി നല്ല തിരക്കുണ്ടായിരുന്നു. പൂരംകുളിയെല്ലാം കാണണം എന്നുള്ളവരാണെങ്കിൽ നേരത്തെ കാലത്തെല്ലാം കുളിച്ച് കഴിഞ്ഞിട്ടെല്ലാം പോകണം കേട്ടോ. നമ്മളെപ്പോലെ ഉച്ചക്കൊന്നും പോയാലൊന്നും ഒന്നും കാണുമൊന്നുമില്ല. നമ്മൾ പോയത് ഇതിനൊന്നും വേണ്ടിയിട്ടല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പോയത് ചന്ത കാണാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വാവക്ക് ചോറ് കൊടുക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് അമ്പലത്തിനുള്ളിൽ നമുക്ക് മീൻസ് എനക്കും സദാക്ഷിക്കും അമ്പലത്തിനുള്ളിലൊന്നും കയറി തൊഴാനൊന്നും കഴിയില്ല. അപ്പം നമ്മൾ ചന്തയെല്ലാം കാണാമെന്നുള്ളൊരു ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായത്. പിന്നെ വിഷുവലല്ലേ വരുന്നത്, കുറച്ച് ചട്ടിയെല്ലാം വാങ്ങാം. പിന്നെ സദാക്ഷിക്ക് ഒരു പുൽപ്പായി വാങ്ങണമെന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വായി നോക്കാം എന്നുള്ള ലക്ഷ്യത്തിലാണ് നമ്മൾ പോകുന്നത്. വായി നോക്കാൻ പോകുമ്പോൾ അമ്മേനെ ആരെങ്കിലും കൂട്ടിയിട്ട് പോവോ എന്നുള്ള ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വായി നോക്കണമെങ്കിൽ സദാക്ഷിനെ അമ്മേൻ്റെ അടുത്ത് കൊടുക്കണ്ടേ. അങ്ങനെയാണ് നമ്മൾ അമ്മേനെ കൂട്ടിയിട്ട് വന്നത് കേട്ടോ. പിന്നെ എനിക്ക് തോന്നി ആ തീരുമാനം തെറ്റായിരുന്നു എന്ന്. ഏത് തീരുമാനം? അതായത് വായി നോക്കാന്നുള്ള തീരുമാനം. കാരണം എന്ന് വെച്ചാൽ ഈ നട്ടപ്പൊരിയുന്ന വെയിലത്ത് എൻ്റെ ദൈവമേ വായി പോയിട്ട് നമുക്കൊന്നും കാണൂല. പക്ഷേ ഇത്രയും വെയിലും ചൂടും എല്ലാം ആയിട്ടും വെറൈറ്റീസ് ഓഫ് ചന്തകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആൾക്കാരും ഉണ്ടായിരുന്നു. അമ്മൂൻ്റെ ഓട്ടം കണ്ടാൽ വിചാരിക്കും ആടെ എന്തോ എടുത്തു വെച്ചിട്ടുണ്ടെന്ന്. ഓളെ എടത്തേക്കാണ് പോകുന്നതെന്ന് ഓക്ക് പോലും അറിയില്ല. ഒടുവിൽ ആ ഓട്ടം ചെന്ന് നിന്നത് ഈ ബംഗാളി ഏട്ടൻ്റെ പീടികയിലായിരുന്നു. പീടിയാന്നൊന്നും പറയാൻ കഴിയില്ല, ഈ സംഭവത്തിലായിരുന്നു. വെറൈറ്റീസ് ഓഫ് കമ്മൽസ്. പെൺകുട്ടികൾക്ക് എന്നും കമ്മലൊരു വീക്ക്നെസ് ആണല്ലോ. കുറേ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഏതാ എടുക്കേണ്ടതെന്നൊന്നും തിരിയാത്തതുകൊണ്ട് ഞാൻ പിന്നെ അതിലൊന്നും തലയിടാൻ പോയിട്ടില്ല. എൻ്റെ ഇൻട്രസ്റ്റ് മറ്റൊന്നിലായിരുന്നു. അത് ഇതാണ്. അല്ലെങ്കിലും പണ്ടേ നമ്മളൊരു ഫുഡി ആണല്ലോ. അങ്ങനെ പിന്നെ ആടന്ന് പൊരിയും അങ്ങനെ കണ്ട കാടും മടലും എന്തെല്ലോ തിന്നാൻ വേണ്ടി വാങ്ങി. പൈസ നമുക്കൊരു വിഷയമല്ലല്ലോ, കാരണം എൻ്റെ സ്വന്തം പൈസയല്ലല്ലോ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതുപോലത്തെ പൊരി വെക്കുന്ന ചന്ത കണ്ടാൽ പൊരി വാങ്ങാണ്ട് വരാൻ തോന്നുകയില്ല. പറശ്ശിനിക്കടവ് പോയാലും ഇതേ അവസ്ഥ തന്നെയാണ് എനിക്കുണ്ടാവല്. അങ്ങനെ നിങ്ങൾക്കും ഉണ്ടാവലുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി ഇത് ആർത്തി കൊണ്ടാണോ എന്ന് എനിക്കറിയില്ലേ. ഇനിയുമുണ്ട് എനിക്ക് ഇതുപോലത്തെ സൈക്കോ സ്വഭാവങ്ങൾ. അതായത് മൺപാത്രങ്ങളെല്ലാം കണ്ടാൽ എനിക്ക് പ്രത്യേക ഒരു പ്രാന്തിളക്കും. അതായത് അതെന്തിനാ ഉപയോഗിക്കുന്നതെന്ന് പോലും എനിക്ക് അറിയില്ലെങ്കിലും അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിക്കൂട്ടാൻ എനിക്ക് പ്രത്യേക ഒരു കഴിവ് തന്നെയുണ്ട്. അങ്ങനെ നമ്മൾ കുറേ ചട്ടികൾ, പാത്രങ്ങൾ, അങ്ങനെ കുറേ സാധനങ്ങളെല്ലാം അവിടെ നിന്ന് വാങ്ങി. ഇതാണ് പൂരംകുളി നടക്കുന്ന വടുകുന്ന ശിവക്ഷേത്രത്തിൻ്റെ കുളം. ഇവിടെ മുതലുണ്ടെന്നും ഇല്ലാന്നും ഉള്ള അഭ്യൂഹങ്ങൾ ധാരാളം ഞാൻ കേട്ടിട്ടുണ്ട്. ഇനി മുതലുണ്ടോയെന്ന് കീഞ്ഞ് പരതണമെങ്കിൽ എനിക്കതിനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗം തിരിഞ്ഞു നോക്കാറില്ല. ഞാൻ ഈ മാടായിപ്പാറക്കന്നെയുള്ള ഗേൾസ് സ്കൂളിലാണ് പഠിച്ചിട്ടുണ്ടായത്. അതുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു നൊസ്റ്റുമാണ് ഈ ഭാഗത്തെല്ലാം കാണുമ്പം. നൊസ്റ്റാൾജിയക്ക് വേറെ കാരണം കൂടിയുണ്ട്. തൊട്ട് താഴെ തന്നെ ബോയ്സ് സ്കൂളാണല്ലോ. നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറണ്ട. അധികം പോയാൽ ചിലപ്പം പല കഥകളും പുറത്തു വരും. നമുക്ക് അമ്പലത്തിലേക്ക് തിരിച്ചു വരാം. അതായത് മാടായിക്കാവിൽ പോയി പ്രാർത്ഥിക്കുന്ന എല്ലാവരും വടുകുന്ന അമ്പലത്തിലും പോയി പ്രാർത്ഥിക്കുന്ന കണ്ടിട്ടുണ്ട് ഞാൻ. അങ്ങനെ നമ്മൾ ഇതെല്ലാം ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നേരെ വണ്ടിയിലേക്ക് വന്ന് കയറി. അങ്ങനെ നമ്മളൊരു ചോക്കോബാറെല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം തിന്നു. എൻ്റെ മോനെ വെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വെന്ത് മരിക്കുന്ന വെയിലായിരുന്നു. ഭയങ്കര ചൂടായിരുന്നു. നല്ല വെൽ ഡ്രസ്ഡായിട്ട് വന്ന സദാക്ഷി ഇപ്പം എന്താ പറയുക ഉടുക്കാണ്ട് കിടക്കുന്നുണ്ടോ. അങ്ങനെ ഞാൻ ആ ചോക്കോബാർ കൊള്ളിയാക്കി. അതിനുശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു. അതിനിടയ്ക്ക് കുറച്ച് പരിപാടിയും കൂടി ഉണ്ട്. അതായത് ഈ പൂരത്തിന് പ്രധാനപ്പെട്ട സംഭവമാണല്ലോ അട. അങ്ങനെ അട ചുടാൻ വേണ്ടിയിട്ട് നമുക്ക് പൊടി വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചോയ്സിൻ്റെ അമ്മേൻ്റെ ഫേവറേറ്റാണ് ഈ പൊടി. അങ്ങനെ ചോയ്സിൻ്റെ അട ചുടാനുള്ള പൊടി വാങ്ങി. പിന്നെ കുറച്ച് പച്ചക്കറി വാങ്ങി. എൻ്റെ വീട്ടിലെ അവസ്ഥ എന്ന് വെച്ചാൽ പച്ചക്കറി ആവശ്യമുള്ളപ്പോൾ മാത്രമേ വാങ്ങൂ. നമ്മൾ കുറച്ച് സ്റ്റോർ ചെയ്യൂല. തക്കാളി അപ്പം പോയി തക്കാളി വാങ്ങും, ഉള്ളി അപ്പം പോയി ഉള്ളി വാങ്ങും. അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലെത്തി. എത്തിയ പാടന്നെ പിന്നെ വാങ്ങിയ സാധനങ്ങളുടെ അൺബോക്സിങ് ആയിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും 4 വഴിക്കേ പോയി. ഏടിയും കിട്ടാത്ത പോലെ എൻ്റെ അമ്മ പൂരപ്പാറക്കെന്ന് വാങ്ങിയൊരു സാധനമാണ് ഈ കാണുന്നത്. എന്താണെന്നറിയോ? തണ്ണിമത്തൻ അഥവാ ബത്തക്ക. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. പിന്നെ അതുമാത്രമല്ല എല്ലാവർക്കും എൻ്റെ ബിലേറ്റഡ് വിഷു ആശംസകൾ.